ഉദ്ധരിക്കാൻ കൊള്ളാവുന്ന ഒരു ഉദ്ധരണി പറഞ്ഞത് ഡീൻ സ്റ്റാൻലി, ഒരു അമേരിക്കയിലുള്ള വലിയ പുസ്തക എഴുത്തുകാരനായിരുന്നു, വിശ്വാസി. The true call of a Christian is not to do extraordinary things, but to do ordinary things in an extraordinary way. മലയാളത്തിൽ പറഞ്ഞാൽ, യേശുഭക്തനായ ഒരു വിശ്വാസിയുടെ യഥാർത്ഥ വിളി അസാധാരണ കാര്യങ്ങൾ ചെയ്യുക എന്നതല്ല, പിന്നെയോ സാധാരണ കാര്യങ്ങൾ അസാധാരണമായ വിധം ചെയ്യുക എന്നതാണ്. നല്ല കൊട്ടേഷൻ കേട്ടോ. ഭാഗം 3, അനുഗ്രഹിക്കപ്പെടുക. അതെ, നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെടുക തന്നെ വേണം. നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെടുക തന്നെ വേണം. ദൈവത്തിൻ്റെ ഇഷ്ടമാണ് നാം എല്ലാവരും അനുഗ്രഹിക്കപ്പെടുക എന്നുള്ളത്. ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഒരു ദൈവവേലക്കാരൻ, ഒരു കൃഷിക്കാരൻ, ഒരു വലിയ ബിസിനസ്സുകാരൻ, ചെറിയ കച്ചവടക്കാരൻ, ഒരു വിദ്യാർത്ഥി, ഒരു ഉദ്യോഗസ്ഥൻ, ഒരു വീട്ടമ്മ, സകലരും അനുഗ്രഹിക്കപ്പെടണമെന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഇതൊക്കെ മനസ്സിനകത്ത് പതിയണം കേട്ടോ. കഷ്ടനഷ്ടമല്ല അനുഗ്രഹം, സമൃദ്ധി. ഇന്ന് എങ്ങനെ അനുഗ്രഹം പ്രാപിക്കാം എന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോവുകയാണ്. ഇന്നുള്ള വിശ്വാസികളെ നമുക്ക് 3 ഗ്രൂപ്പായിട്ട് തിരിക്കാം. ഒന്ന്, കുറച്ച് അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു, ഒരു ചാറ്റമഴയിൽ നിൽക്കുന്നത് പോലെ. 2, ഇടത്തരം അനുഗ്രഹം കിട്ടിയിരിക്കുന്നു, ഒരു സാധാരണ മഴ. എന്നാൽ 3ാമത്തേത് അളവറ്റ അനുഗ്രഹം, പെരുമഴ. അവരാണ് സംതൃപ്തരാകുന്നത്. നിങ്ങൾ ഏത് ഗ്രൂപ്പിൽ? ദൈവവേലക്കാരാണോ? കൊച്ചു ചർച്ചുമായിട്ടിരിക്കുകയാണോ? അതൊരു ഇടത്തരം ചർച്ചാണോ? ചെറിയ ആട്ടിൻകൂട്ടമേ എന്ന് പറഞ്ഞ് വിളിക്കുന്ന പലരെയും എനിക്കറിയാം. അതുപോലെയാണ് ബിസിനസ്സുകാർ. ഒരു ചെറിയ കട അല്ല, വലിയ കട, പല ബ്രാഞ്ചസ് ഉള്ള കടകൾ. ഇതാ സുവാർത്ത ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങൾക്ക് ഉയരാം. 1ാമത്തെ ഗ്രൂപ്പിൽ നിന്നും 2ാമത്തെ ഗ്രൂപ്പിലേക്കും 2ാമത്തെ ഗ്രൂപ്പിൽ നിന്നും 3ാമത്തെ ഗ്രൂപ്പിലേക്കും എനിക്ക് ഉയരാം. ഇതാ ദൈവത്തിൻ്റെ വാഗ്ദത്തം കേട്ടാട്ട് ഉയരാനുള്ള വാഗ്ദത്തം പറയുകയാണ്. എല്ലാം പറയാനൊക്കെ ഇല്ല, 2 or 3 എണ്ണം മാത്രം പറയാം. ഒന്ന്, റോമർ 8:32. എനിക്കിഷ്ടപ്പെട്ട വാക്യമാണ്. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ, യേശുവിനോടുകൂടെ സകലവും നമുക്ക് നൽകാതെ ഇരിക്കും. സ്വർഗത്തിലിരുന്ന പുത്രനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നു, അവനോട് നമുക്കെല്ലാം തരാതെ ഇരിക്കുമെന്ന് വേദപുസ്തകം പറയുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്കാവശ്യമുള്ള സകലതും അവൻ തരും. ആരോഗ്യം, ബലം, ദൈവകൃപ, പണം, വീട്, പുരയിടം, വിവാഹം, മക്കള്, ചർച്ച വലുതാകുന്നു, എല്ലാം തരും. ചിലർക്ക് പ്രോസ്പെറിറ്റി എന്ന് കേൾക്കുമ്പോഴേ ദേഷ്യം വരുന്നവരുണ്ട്. ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും പരിഭാഷപ്പെടുത്തുന്നവർ പലരും പോലും അതിനകത്ത് അങ്ങോട്ട് പറയാൻ വിസമ്മതിക്കും. അവർ പറയും പുതിയ നിയമത്തിനകത്ത്, പഴയ നിയമത്തിൻ്റേതാണ് പ്രോസ്പെറിറ്റി, പുതിയ നിയമത്തിനകത്തെ പ്രോസ്പെറിറ്റി എന്ന് പറയുന്നത് ആത്മീയ അഭിവൃദ്ധി മാത്രമാണ്. ഞാൻ ആ വാക്യം എന്നെ ഒന്ന് കാണിക്കാമോ? എവിടെ എഴുതിയിരിക്കുന്നത്? ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. കാണിച്ചാൽ വളരെ ഉപകാരമായിരിക്കും. എനിക്കൊരു കാര്യം അറിയാം, ചിലരൊക്കെ ഇത് ഒത്തിരി വലിച്ചു നീട്ടിയിട്ടുണ്ട്. അമേരിക്കയിൽ ഒരു ദൈവദാസന് 8 വിമാനമുണ്ട്. തെറ്റ്. തിങ്കളാഴ്ച ഒരു വിമാനം, ചൊവ്വാഴ്ച ഒരു വിമാനം, ബുധനാഴ്ച, ഓരോ ദിവസവും പറക്കാനായിട്ട്. പിന്നെ ഒരെണ്ണം എക്സ്ട്രാ ആയും. അത് തെറ്റാണ്. നമ്മുടെ പ്രോസ്പെറിറ്റി എന്തിനാണ്? നമ്മുടെ പ്രോസ്പെറിറ്റി, അതിൻ്റെ പ്രയോജനം എന്താണ്? ഒന്ന്, എനിക്കും എൻ്റെ മക്കൾക്കും കൊള്ളാം, എനിക്കും എൻ്റെ കുടുംബത്തിലുള്ളവർക്കും. 2, എനിക്ക് ദശാംശം കൊടുക്കാനായിട്ട് സാധിക്കും, ദൈവത്തിന് വേണ്ടി കൊടുക്കുവാൻ സാധിക്കും, സന്തോഷത്തോടെ കൊടുക്കുവാൻ സാധിക്കും. നിങ്ങൾക്ക് കുറച്ച് പണമേ ഉള്ളതും കൊടുക്കാൻ നേരം വിഷമം വരും അല്ലേ? അപ്പോൾ പ്രോസ്പെറിറ്റി നല്ലതാണ്, ദൈവത്തിന് കൊടുക്കുവാൻ. 3, ഒരു ഭാവിക്ക് വേണ്ടി കരുതി വയ്ക്കുവാൻ. മോക്ക് MBBS പോകണമെന്നൊരാഗ്രഹം, മോന് എൻജിനീയറിങ്ങിന് പോകണമെന്നൊരാഗ്രഹം. ഇതൊക്കെ ഉള്ള സമയത്ത് ആവശ്യത്തിലധികം പണം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരാളിനെ സഹായിക്കാൻ ഈ കാര്യങ്ങളൊക്കെ സാധിക്കത്തുള്ളൂ. അപ്പോൾ കുടുംബത്തിന് വേണ്ടി, ഭാവിക്ക് വേണ്ടി. 4, പാവങ്ങളെ സഹായിക്കാൻ, ദൈവവേലകൾ സഹായിക്കാൻ. ഞാൻ വരുന്നിടത്തൊക്കെ കാണുന്നത് എല്ലാവരും വാടകയ്ക്കാണ് ചർച്ചെടുത്ത് പണിയുന്നത്, ചർച്ച നടത്തുന്നത്, സർവീസ് നടത്തുന്നത്. എന്തുകൊണ്ടാണ് കാര്യം? അവിടുത്തെ വിശ്വാസികൾക്ക് അതിനു വേണ്ടിയുള്ള പ്രോസ്പെറിറ്റി ഇല്ല. ചിന്തിച്ചാട്ട്, ഒരു സഭയിൽ 100 പേരുണ്ട്. 100 പേരും ലക്ഷപ്രഭുക്കൾ നമ്മൾ പഴയ കാലത്ത് പറയും. ഇന്നത്തെ ലക്ഷത്തിന് വലിയ വിലയൊന്നുമില്ല. ആണെങ്കിൽ കോടീശ്വരന്മാരാണെങ്കിൽ പുരയിടം വാങ്ങിച്ചിട്ട്, ഭൂമി വാങ്ങിച്ചിട്ട് കെട്ടിടം പണിയാനൊക്കത്തില്ലയോ? അപ്പോൾ പ്രോസ്പെറിറ്റി നല്ലതാണ്. പാവങ്ങൾക്ക് കൊടുക്കാൻ, ദൈവവേലയ്ക്ക് വേണ്ടി കൊടുക്കുവാൻ. ഇതാ ദൈവത്തിൻ്റെ വചനം നിങ്ങൾ എപ്പോഴെങ്കിലും വായിക്കണം. വായിക്കാൻ എൻ്റെ പക്കത്ത് സമയമില്ല. അനുഗ്രഹത്തെപ്പറ്റി പറയുന്ന വാക്യങ്ങൾ എവിടെയാണ്? ഡ്യൂട്രോണമി, ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ
വളരെ വിശാലമായിട്ട് അനുഗ്രഹത്തിൻ്റെയാണ്. നിങ്ങളൊരു കാര്യം ചെയ്യണം, ഇതങ്ങ് അച്ചടിക്കണം, അല്ലെങ്കിൽ പ്രിൻ്റ് ഔട്ട് എടുക്കണം, എന്നിട്ട് നിങ്ങളുടെ ഭിത്തിയിൽ ഒട്ടിക്കണം, എന്നിട്ട് നിങ്ങളത് എല്ലാ ദിവസവും വായിക്കണം, തലയിൽ കൈവച്ചിട്ട് പ്രാർത്ഥിക്കണം. ഇതെല്ലാം എനിക്ക് സംഭവിക്കും. ദൈവം വാഗ്ദാനം ചെയ്തെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തെ വിശ്വസിക്കാം. എന്നെ വിശ്വസിക്കേണ്ട, ദൈവത്തെ വിശ്വസിക്കാം. ഇതെങ്ങനെയാണ് ഇപ്പോൾ ചോദ്യം? പിന്നെയും ഉണ്ട് കേട്ടോ. ഫിലിപ്പിയർ 4:19 എഴുതിയെടുക്കേണ്ടവർക്ക് എഴുതിയെടുക്കാം. 3 യോഹന്നാൻ 2-ാമത്തെ വാക്യം, 2 കൊരിന്ത്യർ 9:8, 2 കൊരിന്ത്യർ 8:9, ലൂക്കോസ് 6:38, ലൂക്കോസ് 15:30. ഈ വാക്യങ്ങളൊക്കെ എടുത്താൽ ദൈവം ഇനിയുണ്ട് കേട്ടോ. അനുഗ്രഹിക്കുന്നവനാണ്, പ്രോസ്പെറിറ്റി തരുന്നവനാണ്. എങ്ങനെയാണ് ഗ്രൂപ്പ് 1-ൽ നിന്നും 2-ലോട്ട് കയറുന്നതും പിന്നെ അവിടുന്ന് 3-ലോട്ട് കയറുന്നതും? ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം, യേശു വളർന്ന നസ്രയത്തിൽ വന്നു, ശബത്തിൽ തൻ്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായിപ്പാൻ എഴുന്നേറ്റിരുന്നു. യേശു വേദപുസ്തകം വായിക്കാൻ നിന്നെന്ന്. നിങ്ങളും ഏതെങ്കിലും ഒരു ജോലി ചെയ്യുന്നവരായിരിക്കണം ചർച്ചിൽ. അത് കക്കൂസ് കഴുകിയിടുന്നതാകാം, കസേര പെറുക്കിയിടുന്നതാകാം, അവരവർക്ക് കഴിയുന്നത് പോലെ. എൻ്റെയൊക്കെ പാട്ട് പാടാൻ പറഞ്ഞാൽ എന്നെ കൊണ്ടൊക്കത്തില്ല, കസേര കുടച്ചിടാൻ എന്നെ കൊണ്ടൊക്കും. ഇന്നലെ ഞാനൊരു ചർച്ചിൽ ചെന്നപ്പോൾ അവിടുത്തെ കക്കൂസിനകത്ത് ആരോ കുഞ്ഞുങ്ങൾ ചെന്നവർ വെള്ളം കുടിച്ച ഗ്ലാസ് ഇട്ടിരുന്നു. എന്നെ കൊണ്ടത് എടുക്കാനൊക്കത്തില്ല, കുഴുങ്ങിയെടുക്കാൻ ഒക്കുന്നില്ല, വേറൊരാളുടെ പറയും. പക്ഷെ എന്നെ കൊണ്ട് ചെയ്യാനൊക്കുന്ന ജോലി ഞാൻ ചെയ്യണം, നിങ്ങളും ചെയ്യണം. യേശു ചെന്നു വായിക്കാൻ എഴുന്നേറ്റ് ചെന്നു. യേശയ്യ പ്രവാചകൻ്റെ പുസ്തകം അവന് കൊടുത്തു. അവൻ പുസ്തകം വിടർത്തി. പുസ്തകം അറിയാമായിരുന്നു എവിടെയാണെന്ന്, വായിക്കേണ്ടത്. 18 ശ്രദ്ധിച്ചു കേൾക്കണം. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് എന്ന് പറഞ്ഞാൽ തടവുകാർക്ക്, ജയിലിൽ കിടക്കുന്നവർക്ക് വിടുതലും, കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും, പീഡിതന്മാരെ എന്ന് പറഞ്ഞാൽ ഒപ്രസ്ഡ്, പിശാച് ബാധിച്ചിട്ടുള്ളവരെ വിടുവിച്ചയപ്പാനും, കർത്താവിൻ്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാനും, അക്സെപ്റ്റൻസ് ഇയർ, ദൈവം പ്രസാദിച്ചിരിക്കുന്ന വർഷം അറിയിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്നുള്ള ഭാഗം കണ്ടു. ഒന്നാമത്തെ കാര്യം, ഞാനും നീയും ഈ വേദപുസ്തകത്തിൽ നമ്മളെപ്പറ്റി എഴുതിയിരിക്കുന്ന ഒരു ഭാഗം കാണും. തീർച്ചയായിട്ടും ഉണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അത് കണ്ടുപിടിക്കണം. നല്ലൊരു വാക്യം എടുത്ത് പറയുകയല്ല, ഉപവാസത്തിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കാണിച്ചിട്ട് പറയും, ഇതാണ് നിൻ്റെ ഭാവി, അത് നീ കണ്ടുപിടിക്കണം. ഞാൻ എൻ്റെ മക്കൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ള കാര്യമാണ്, എൻ്റെ കൂടെ പ്രവർത്തിക്കുന്നവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ള കാര്യമാണ്. കുറച്ച് പേര് മാത്രമേ അത് പ്രായോഗികമാക്കുന്നുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ എഴുതിക്കൊണ്ട് മുമ്പിനോടെങ്ങനെ പ്രസംഗിക്കാമല്ലോ. കുറച്ച് പേരങ്ങനെയല്ല, പ്രായോഗികമാകും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരിക്കൽ മെക്സിക്കോയിലായിരുന്നു. അവിടുത്തെ പെന്തിക്കോസ്, നിങ്ങൾക്കറിയാമോ, ഇവിടെ കേരളത്തിലും മറ്റിടത്തൊക്കെ വരുന്ന പ്രസംഗിക്കാൻ വരുന്ന സായിപ്പ്മാരാരും പെന്തിക്കോസുകാരല്ലെന്ന്. അവരൊക്കെ ന്യൂ ജനറേഷൻ പെന്തിക്കോസുകാരാണ്, കാരിസ്മാറ്റിക് പെന്തിക്കോസ്റ്റലുകാരാണ് മുഴുവനും. പെന്തിക്കോസുകാർ ദരിദ്രരാണ്. അമേരിക്കയിലായാലും കാനഡയിലായാലും മെക്സിക്കോയിലായാലും പെന്തിക്കോസുകാരെല്ലാം. കാരണം അവർ കഷ്ടനഷ്ടത്തിൽ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഇവിടുന്ന് പോകുന്നവരാരും അവരുടെ സഭയിൽ കയറത്തില്ല. ഞാനൊരു പെന്തിക്കോസ് സഭയിൽ പോയിരിക്കുകയാണ്. അയ്യോ, അവിടെ ദാരിദ്ര്യം, അവരുടെ വീട്ടിനകത്ത് വാട. രാവിലെ ചർച്ചിൽ പോകാൻ നേരം എൻ്റെ വിചാരം മോശം കണ്ട് യാത്ര ചെയ്ത ഒരു കാറായിരുന്നു, ഒരു പഴയ കാർ, ഒരു കൊച്ചു കാറ്. അതിനകത്ത് കഥ അടച്ചും വെച്ച് കയറുകൊണ്ടാണ് കെട്ടിയിരിക്കുന്നത്. വണ്ടിക്കകത്ത് 5-6 പിള്ളേരും ഉണ്ട്, കാരണം ഇടയ്ക്കിടയ്ക്ക് നിൽക്കുമ്പം തള്ളാനായിട്ട്. ചർച്ചയിൽ ചെന്ന് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. ഞാൻ പറഞ്ഞു, പാസ്റ്റർ എന്നിട്ട് ആ കാറിന് ഒരു 5-6 തൊഴി കൊടുക്കണം, എന്നിട്ട് പറയാം എനിക്ക് വേണ്ട പോ, എന്നിട്ടൊരു പുതിയ കാർ വിളിച്ചു വരുത്തിയാണ്. എൻ്റെയൊക്കെ പറഞ്ഞു, പാസ്റ്റർ പ്രാർത്ഥിച്ചാട്ടെ. ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചാൽ, നമ്മളൊക്കെ പറയുകയാണ്, ഞാൻ പ്രാർത്ഥിച്ചാൽ എനിക്ക് കിട്ടും, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. ഞാൻ പ്രാർത്ഥിച്ചു, അദ്ദേഹത്തിന് കിട്ടിയോന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഞാൻ തിരിച്ചു വന്നിട്ട് ഈ കഥ പറഞ്ഞു. എൻ്റെ കൂടെയുള്ള ഒരു പാസ്റ്റർ, ഒറീസക്കാരൻ, ഒരു ആദിവാസി പാസ്റ്റർ, അദ്ദേഹം ഞാൻ പറയുന്നത് അതുപോലെ ഏറ്റെടുക്കുന്ന കുറച്ചു പേരിൽ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പഴയ കാറ്, ജീപ്പാണ്. അദ്ദേഹം വീട്ടിലോട്ട് ചെന്നിട്ട് ഭാര്യ ഉറങ്ങിക്കിടക്കുമ്പോൾ അങ്ങോട്ട് ചെന്ന് ചവിട്ടി, അങ്ങോട്ട് ചറപറ ചവിട്ടിയിട്ട് പറഞ്ഞു, എനിക്ക് നിന്നെ ഇഷ്ടമല്ല, പോടാ പോ. എന്നിട്ട് പറഞ്ഞു, വേറൊരു ജീപ്പ് പോവാ. 6 മാസത്തിനകത്ത് വടക്കേ ഇന്ത്യയിലുള്ള ഒരു ചെറുപ്പക്കാരൻ ഒരു പുതിയ ജീപ്പ് വാങ്ങിച്ചു കൊടുത്തു. എന്താ കാര്യം? അവൻ്റെ ഭാഗം കണ്ടുപിടിക്കണം. നിങ്ങളെപ്പറ്റി എഴുതിയിരിക്കുന്ന ഭാഗം കണ്ടുപിടിച്ചിട്ട് അത് പ്രായോഗികമാക്കണം. ഇതാ കുറേ സിദ്ധാന്തങ്ങൾ പറയുകയാണ് കിട്ടാൻ, അത്ഭുതം കിട്ടാൻ. 1, ഫൈൻഡ് ദ പ്ലേസ്. നിങ്ങളെപ്പറ്റി എഴുതിയിരിക്കുന്ന ഭാഗം കണ്ടുപിടിക്കുക. യേശു ക്രിസ്തു കണ്ടുപിടിച്ചു, അവനെപ്പറ്റി എഴുതിയിരിക്കുന്നത് കണ്ടു, ഞാനും കണ്ടു എന്നെപ്പറ്റി എഴുതിയിരിക്കുന്നത്. യെശയ്യാവിൻ്റെ പുസ്തകം 61-ാം അധ്യായം.
ഞാൻ പ്രസംഗിക്കാൻ നിൽക്കുമ്പോൾ പലപ്പോഴും ആ ഭാഗം എടുത്തു കഴിയുമ്പോൾ പറയും, കർത്താവ് നീ എനിക്ക് തന്ന ഭാഗമാണിത്. എന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കും. അപ്പോൾ അത്ഭുതങ്ങൾ നടക്കും. പ്രസംഗിച്ച് കഴിയുമ്പോൾ പാപികൾ രക്ഷിക്കപ്പെടും. നിങ്ങളെപ്പറ്റിയും എഴുതിയിരിക്കുന്നത്, നിങ്ങളുടെ വീടിനെ പറ്റി എഴുതിയിരിക്കുന്നത്, നിങ്ങളുടെ മക്കളെപ്പറ്റി എഴുതിയിരിക്കുന്നത് നിങ്ങളും കണ്ടുപിടിക്കണം. ഹല്ലേലൂയ. നിങ്ങൾ കണ്ടുപിടിക്കണം. നിങ്ങളുടെ ചർച്ച് ഗ്രോത്തിനെ പറ്റി കണ്ടുപിടിക്കണം. 50 പേരെ കൊണ്ടിരുന്ന് എഴുതി വെച്ച് ഇതാ എനിക്ക് തന്ന ചെറിയ സഭയെന്ന് പറയാതെ വലുതാകുന്നതിനെ പറ്റിയുള്ള വിഭാഗം പ്രാർത്ഥിച്ച് കണ്ടുപിടിക്കുക. നിങ്ങളുടെ ബിസിനസ്, നിങ്ങളുടെ ആരോഗ്യം കണ്ടുപിടിക്കണം. എനിക്ക് 83 വയസ്സായി. ഇപ്പോഴും ഇങ്ങനെ നടക്കുന്നതിന് ഞാൻ എൻ്റെ ഭാഗം കണ്ടുപിടിച്ചിട്ടാണ്. ദൈവത്തിൽ നിന്ന് ഭാഗം കണ്ടുപിടിച്ചിട്ടാണ്. രണ്ടാമത്തെ ഭാഗം, നിങ്ങൾ അത് വിശ്വസിക്കണം. നിങ്ങളത് വിശ്വസിക്കണം. റോമർക്ക് എഴുതിയ ലേഖനം എഴുതിയെടുക്കുന്നുണ്ടോ? നിങ്ങൾ എഴുതിയെടുത്താൽ എന്തെങ്കിലും എവിടെയെങ്കിലും പ്രസംഗിക്കാം. 10-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം, യേശുവിനെ കർത്താവെന്ന വായ കൊണ്ട് ഏറ്റുപറയുകയും ദൈവമാനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നിരക്ഷിക്കപ്പെടും. വിശ്വസിക്കണം. വിശ്വാസം എന്ന് പറയുന്നത് തലച്ചോറിനകത്തല്ല, ഹൃദയത്തിനകത്താണ്. ഉദാഹരണത്തിന് ക്യാൻസർ വന്നു, തലച്ചോറ് എന്താ പറയും? ചത്തു. അപ്പുറത്തെ ആളും ചത്തു, ഇവിടുത്തെ ആ സഹോദരി ചത്തു, മറ്റിടത്തെ വലിയ പാസ്റ്റർ ചത്തു, ഇത് പറയും. പക്ഷെ ഹൃദയത്തിനകത്തൊരു വിശ്വാസം, ഭാഗം കണ്ടുപിടിച്ചിട്ട്, നിന്നെപ്പറ്റി എന്നെപ്പറ്റി എഴുതി ഭാഗം കണ്ടുപിടിച്ചിട്ട് അത് വിശ്വസിക്കണം. ദൈവം അങ്ങനെ പറഞ്ഞു, അങ്ങനെ തന്നെ സംഭവിക്കും എന്ന് വിശ്വസിക്കണം. ഇതൊക്കെ കേട്ടാട്ട് മത്തായി എഴുതിയ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം, നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും. ഞാൻ പറഞ്ഞതല്ല, യേശു പറഞ്ഞാണ്. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് എഴുതിയിരിക്കുന്നത് ഉദ്ധരിച്ച് ദൈവത്തോട് പറയാമെങ്കിൽ ദൈവം അത് സാധിച്ചു തരും. നിങ്ങൾ എന്നതിൻ്റെ അർത്ഥം എന്തുവാ? വിശ്വസിക്കാതെ പ്രാർത്ഥിച്ചാൽ വിശ്വാസമൊന്നുമില്ല. പണ്ടൊരിക്കൽ ഞാൻ പറഞ്ഞൊരു കഥയുണ്ടല്ലേ, ഒരു വല്യമ്മയുടെ വീടിൻ്റെ അപ്പുറത്ത് ഒരു കുന്നുണ്ടായിരുന്നു. ആ കുന്നിനപ്പുറത്ത് ഒരു ആറുമൊക്കെ ഉണ്ട്. വല്യമ്മച്ചിക്ക് ഒരു ആഗ്രഹം, ഈ കുന്നങ്ങ് മാറിപ്പോകാമെങ്കിൽ അപ്പുറത്തെ ആറും തോടും ഒക്കെ കാണാമായിരുന്നു. വലിയ പ്രാർത്ഥന. ഒരു ദിവസം വേദോസം വായിച്ചു, നിങ്ങൾ പ്രാർത്ഥിക്കാമെങ്കിൽ വിശ്വാസത്തോടെ പറയാമെങ്കിൽ കുന്നങ്ങ് പോകും. കിടക്കാൻ നേരം ജനലങ്ങോട്ട് തുറന്നു, എന്നിട്ട് പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുകയാണ്, കുന്നേ മാറിപ്പോകുക, യേശുവിൻ്റെ നാമത്തിൽ കിടന്നുറങ്ങി. കഥ അടച്ചു വെച്ച്, ജനലടച്ചു വെച്ചു. നേരം വെളുത്ത് തുറന്നു നോക്കിയപ്പോൾ കുന്നവിടുണ്ട്. അല്ലെങ്കിൽ ഞാൻ വിചാരിച്ച പോലെ തന്നെ സംഭവിച്ചു. എന്നാൽ വേറൊരു സഹോദരി അതുപോലെ പ്രാർത്ഥിച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഓർഡറായി അവിടെ ഒരു കൊച്ചു എയർപോർട്ട് വരാൻ പോവുക. അപ്പോഴത്തേക്ക് ഒരു ബുൾഡോസറെല്ലാം കൊണ്ടുവന്നിട്ട് ആ കുന്നങ്ങ് മാറി. അസാധാരണമായ ശക്തിയുണ്ട് കേട്ടോ. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് എൻ്റെ അനുഭവത്തിൽ നിന്ന് വേണമെങ്കിൽ പറയാനുണ്ട് കേട്ടോ, പക്ഷെ അവിടെ മെസ്സേജ് തീർക്കണം. എന്ത് യാചിച്ചാൽ നിങ്ങൾക്ക് കിട്ടും എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാതെ പ്രാർത്ഥിച്ചാൽ കിട്ടത്തില്ല. വിശ്വസിച്ചുകൊണ്ട് മരത്തോട് ചാടിപ്പോകാൻ പറഞ്ഞാൽ യേശു പറഞ്ഞതാണ് കേട്ടോ, അത് ചാടിപ്പോകും. മർക്കോസ് 11-ാം അധ്യായത്തിനകത്ത് 3-ാമത്തെ സ്റ്റെപ്പ്, 3-ാമത്തെ ചവിട്ടുപടി, സെർച്ച് ഹാർട്ട്. നിങ്ങളുടെ ഹൃദയം പരിശോധിക്കണം. എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടോ? ഒരു വീട്ടിലെ കറണ്ടില്ല. അയാൾ ആ വീട്ടുകാരൻ അങ്ങോട്ട് വെളിയിലോട്ട് ഇറങ്ങി നോക്കിയപ്പോൾ അപ്പുറത്തെ വീട്ടിലുണ്ട്, ഇപ്പുറത്തെ വീട്ടിലുണ്ട്, ഇവിടെ മാത്രമില്ലല്ലോ. അദ്ദേഹം ഒരു സ്കൂട്ടർ ഡ്രൈവ് എടുത്തുള്ള പ്ലഗിനകത്തെല്ലാം കുത്തി നോക്കുക ഉണ്ടോ എന്ന്. എന്നിട്ടൊന്നും വരുന്നില്ല. ടെസ്റ്റർ ഉണ്ടല്ലോ, ഒന്നും ഇല്ല, വരുന്നില്ല. എന്താ അറിയാൻ വയ്യ. അപ്പോഴേ അവിടുത്തെ ചെറുപ്പക്കാരൻ ഇങ്ങോട്ട് കയറി വന്നു. അന്ന് വെച്ച് പറഞ്ഞാൽ, അപ്പച്ച ഇങ്ങോട്ട് തന്ന ടെസ്റ്റർ. ചെന്ന് വെച്ച് മെയിൻ സ്വിച്ചിൽ ചെന്ന് നോക്കിയപ്പോഴേ അവിടെയാ തകരാറ്, ഫ്യൂസ് പോയതാണ്. അപ്പം നമ്മുടെ പലരുടെയും ജീവിതത്തിനകത്തെ മെയിൻ സ്വിച്ചിനകത്ത് എന്തെങ്കിലുമൊക്കെ തകരാറ് കാണും, ഏതെങ്കിലുമൊക്കെ പാപങ്ങൾ കാണും കേട്ടോ. അതുകൊണ്ട് നമ്മളത് കണ്ടുപിടിക്കണം. എവിടെയാണ് കുഴപ്പമെന്ന് കണ്ടുപിടിക്കണം. ഇതാ ഞാൻ ചില വാക്യങ്ങൾ വായിക്കാൻ പോകും. ഒന്നൊന്നും അത്രയുമല്ല, ഇനി ഒത്തിരി വാക്യങ്ങളുണ്ട് കേട്ടോ. മർക്കോസ് 11:24, അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചോദിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ, എന്നാൽ അത് നിങ്ങൾക്ക് കിട്ടും. വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങൾ പ്രാർത്ഥിപ്പാൻ നിൽക്കുമ്പോൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതും ഉണ്ടെങ്കിൽ അവനോട് ക്ഷമിപ്പീൻ. നിങ്ങൾ ക്ഷമിക്കാഞ്ഞാലോ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കുകയില്ല. ഞാൻ ഈ വാക്യം പലരോടും പറയുമ്പോൾ ഞാൻ ക്ഷമിച്ചിരിക്കുക, പക്ഷേ ഹൃദയത്തിനകത്ത് ക്ഷമിച്ചിട്ടില്ല. എൻ്റെ തെളിവുകളുണ്ട്. ഒരാൾക്ക് ആസ്മ, ഒരു മഹാരാഷ്ട്രയിലെ ഒരു പോലീസുകാരൻ ആസ്മ എന്നെ വന്ന് കണ്ടു. ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടോ?
പറഞ്ഞു ഇല്ല, എന്നാലും ആലോചിച്ചിട്ട് എൻ്റെ ഭാര്യയ്ക്ക് വേറൊരു ബന്ധമുണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് ആ മനുഷ്യനോട് ക്ഷമിക്കാമെന്നില്ല. ഭാര്യയോട് ഞാനങ്ങ് ക്ഷമിച്ചു. അത് ക്ഷമിക്കാനൊക്കെ നമ്മൾ ഒക്കത്തില്ല. ഞാൻ പറഞ്ഞു വിടുതൽ വേണമെങ്കിൽ വേണം, ഇത് തടസ്സമായിട്ട് നിൽക്കുന്ന ദൈവം എനിക്ക് കാണിച്ചു തന്നു. അതിൽ കുറച്ച് നേരം പറഞ്ഞു, കുറച്ചു നേരം എന്ന് വെച്ചാൽ ഞാൻ ക്ഷമിക്കുന്നു. ഇല്ലേ, പ്രഷർ കുക്കറിനകത്ത് ഗ്യാസ് പോകുന്ന പോലെ ചൂന്നാന്ന് പറഞ്ഞു. ആ മനുഷ്യൻ സുഖമായി. ഇനിയും തെളിവ് വേണോ? ഞാൻ വേറെ പറഞ്ഞുതരാം. അരിമ്പാറ പെട്ടെന്ന് പൊഴിഞ്ഞു പോയത്, കയ്യിലെ എക്സിമ പോയത് ഒക്കെ എനിക്ക് തെളിവുകളുണ്ട് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കണം. ക്ഷമിച്ചില്ല എങ്കിൽ സ്വർഗസ്ഥനായ ദൈവം നിങ്ങൾ ക്ഷമിക്കത്തില്ല. ഇത് വേറെ ഒരു തടസ്സമാണ്. കൊടുക്കുവാനുള്ളത് കൊടുത്തു തീർക്കണം. ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ ലൂക്കോസ് 19:8 സക്കായി യേശുവിനോട് ഞാൻ വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കുമെന്ന് പറഞ്ഞു. അത് അദ്ദേഹത്തിൻ്റെ മഹാമനസ്കത കൊണ്ടും സമ്പാദിച്ചത് ഒത്തിരി അന്യായമായിട്ട് സമ്പാദിച്ച ഒത്തിരി ഉണ്ടായിട്ടോ, അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒരു വേദപുസ്തകം ആരുടെയെങ്കിലും കയ്യിലുണ്ടോ, ഒരു പാട്ടുപുസ്തകം കയ്യിലുണ്ടോ, ഒരു പേന കയ്യിലുണ്ടോ, ചേട്ടൻ ഗൾഫിൽ നിന്ന് അയച്ചു കൊണ്ട് തന്ന രൂപ തിരിച്ചു കൊടുക്കാതെ അത് സ്വന്തം പേരിലാക്കിയിട്ടുണ്ടോ, ഏതെങ്കിലും പിശാചിന് അവകാശം പറയാൻ ഒക്കുന്ന എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ തിരികെ കൊടുക്കണം. ചിലർ വഴി കൊടുക്കാത്തവരുണ്ട്. അയലത്തുകാരന് ഇന്നലെ എൻ്റെ കൂടെ ഒരാൾ പ്രാർത്ഥിക്കാൻ വന്നു, വഴിയില്ല, എന്താ കാര്യം, നടപ്പാതേ ഉള്ളൂ. ഇല്ല, ഇന്നത്തെ കാലത്ത് നടപ്പാതെ മതിയോ? ഒരു കാറ് അപ്പുറത്തും ഇപ്പുറത്തുള്ള സ്ഥലമുണ്ട്, കൊടുക്കുന്നില്ല. പിന്നെ എങ്ങനെയാണ് ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നത്? നീ വേറൊരാളിന് വഴി കൊടുത്തില്ലെങ്കിൽ ദൈവം നിനക്കും എങ്ങനെ ഒരു വഴി തുറന്നു തരുന്നേ? ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം ഇനി എടുക്കാം കേട്ടോ, സമയമില്ല. മറ്റു പാപങ്ങൾ കേട്ടാട്ടെ. വെളിപ്പാട് പുസ്തകം 22:15, ഗലാത്യർ 5:19 മുതൽ 21 വരെ, 1 കൊരിന്ത്യർ 6:9-10 എടുത്ത് വായിച്ചാട്ടെ. ഇവിടെ കുറച്ച് പാപങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ തടസ്സങ്ങളായിട്ടുണ്ടെങ്കിൽ ഉപേക്ഷിക്കണം. ദൈവം പറഞ്ഞത് അനുസരിച്ചിട്ട് പ്രാർത്ഥിക്കുക, വെറുതെ പ്രാർത്ഥിക്കുകയല്ല. 4ാമത്തെ സ്റ്റെപ്പ് പ്രാർത്ഥിക്കണം. ഇത് 2ഉം കഴിയുമ്പോൾ 3ഉം കഴിയുമ്പോൾ പ്രാർത്ഥിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കുന്നത്? പിശാചിനെ ഭത്സിക്കണം. നിങ്ങളുടെ അനുഗ്രഹത്തിൽ കയറിയിരിക്കുന്ന, നിങ്ങളുടെ ആരോഗ്യത്തിൽ, നിങ്ങളുടെ കുടുംബ സമാധാനത്തിൽ എവിടെയെങ്കിലും കയറിയിരിക്കുന്ന പിശാചിനെ ഭത്സിക്കണം. നിങ്ങളുടെ പുരയിടത്തിൽ നിന്നും, നിങ്ങളുടെ വീട്ടിൽ നിന്നും, നിങ്ങളുടെ ആരോഗ്യത്തിൽ, നിങ്ങളുടെ പേഴ്സിൽ നിന്നും, നിങ്ങളുടെ വരുമാനത്തിൽ നിന്നും നിങ്ങളുടെ കയറിയിരിക്കുന്ന പിശാച് ഇറങ്ങിപ്പോകാൻ പറയണം. നിങ്ങളുടെ ചർച്ച് ഗ്രോത്ത് തരാത്ത, നിങ്ങളുടെ സഭയുടെ വളർച്ച തരാത്ത പിശാചിനോട് പറയണം, ഇറങ്ങിപ്പോകും, എൻ്റെ ആളുകൾ വരട്ടെ, കയറി വരട്ടെ. നിങ്ങളുടെ ബിസിനസ് വലുതാകാൻ പ്രാർത്ഥിക്കണം. അവിടെ കയറിയിരിക്കുന്ന പിശാചിനെ ഭത്സിക്കണം. ബിസിനസ് നടത്തുന്നവരൊക്കെ പറയട്ടെ. ഇന്ന് ഒരു ചെറുപ്പക്കാരനെ എടുക്കുമെന്ന് പറഞ്ഞു, അവർക്ക് വലിയ ബിസിനസ്സായിരുന്നു, പക്ഷേ മറ്റുള്ളവരൊക്കെ ആഭിചാരം ചെയ്തതുകൊണ്ട് അവരുടെ ബിസിനസ് ചുരുങ്ങിപ്പോയി. ഞാൻ ആ ചെറുപ്പക്കാരൻ്റെ ഒക്കെ പറയാൻ മറന്നുപോയി, പക്ഷേ ആ ചെറുപ്പക്കാരൻ എൻ്റെ ശബ്ദം കേൾക്കുന്നെങ്കിൽ ഇത് കേൾക്കട്ടെ. എന്നും അവിടെ ചെല്ലുമ്പം ആഭിചാരം ഉണ്ടെന്ന് തോന്നിയാൽ അല്ലെങ്കിലും പ്രാർത്ഥിക്കണം. പക്ഷെ ആഭിചാരം നടന്നിട്ടുണ്ട്, എന്തെങ്കിലും കടലാസോ പൂവോ ചാരമോ എന്തെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് പ്രാർത്ഥിച്ച് തളിച്ച് ഉള്ള അന്ധകാര ശക്തികളെ ഭത്സിക്കണം. ഒക്കുമെങ്കിൽ വേണമെങ്കിൽ ഒരു ദൈവദാസനെ വിളിച്ചിട്ട് ചില എണ്ണ പുരട്ടി പ്രാർത്ഥിപ്പിക്കണം ഗേറ്റിനകത്ത്. ബിസിനസ്, നിങ്ങളുടെ ആരോഗ്യം, പിശാചിനൊക്കെ പറഞ്ഞ് ഇറങ്ങിപ്പോയാട്ട്. രോഗം വരുത്തുന്ന എല്ലാം പിശാചാണ്. തലവേദനയുടെ ഒരു പിശാചുണ്ട്, നെഞ്ചുവേദനയുടെ ഒരു പിശാചുണ്ട്, വയറുവേദനയുടെ ഒരു പിശാചുണ്ട്. ഞാനിത് എൻ്റെ കൂടെയുള്ളവരെ തെളിയിച്ചു കൊടുത്തിട്ടുണ്ട്, അവരെ പഠിപ്പിക്കാനായിട്ട്. അതുകൊണ്ട് നിങ്ങളുടെ പണത്തിൻ്റെ മേലെ കയറിയിരിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ ബന്ധങ്ങൾ അലസിപ്പോകത്തക്കവണ്ണം, കുടുംബ ബന്ധം, സ്നേഹിതരുമായിട്ടുള്ള ബന്ധം, ബന്ധുക്കളുമായിട്ടുള്ള ബന്ധം, ആ പിശാചിനോട് പറയണം. നിങ്ങൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവ പുരുഷന്മാരും ദൈവമക്കൾ, സ്ത്രീകളും പുരുഷനും സ്ത്രീകളും അത്ഭുതത്തിന് വേണ്ടി പ്രാർത്ഥിച്ചത് നോക്കണം, പ്രാർത്ഥിച്ചത് ശ്രദ്ധിക്കണം. പ്രാർത്ഥിച്ചത് മാത്രമല്ല, അവർ ചെയ്തതും നോക്കണം. അബ്രഹാം പ്രാർത്ഥിച്ചതും ചെയ്തു നോക്കണം. ദാവീദ് പ്രാർത്ഥിച്ചതും ചെയ്തു നോക്കണം. യഹോശാഫത്ത് പ്രാർത്ഥിച്ചതും ചെയ്തു നോക്കണം. ഏലിയാവ് പ്രാർത്ഥിച്ചതും ചെയ്തതും നോക്കണം. യേശു പ്രാർത്ഥിച്ചതും ചെയ്തതും നോക്കണം. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിനകത്ത് പത്രോസ് പ്രാർത്ഥിച്ചത് എന്നിട്ട് ചെയ്തത് ശ്രദ്ധിക്കണം. പ്രാർത്ഥിക്കുക മാത്രമല്ല, ദേ ഡിഡ് സംതിങ് മോർ, അതിനേക്കാൾ അല്പം കൂടെ ഏതാണ്ടൊക്കെ ചെയ്തു. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിനകത്ത് പത്രോസിന് വിടുതൽ കിട്ടിയതിനെ പറ്റി പറയുന്നുണ്ട്. എന്ത് ചെയ്തു, അവരെങ്ങനെ പ്രാർത്ഥിച്ചു, എന്ത് ചെയ്തു. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 18 വരെ ഒരു ഭൂതത്തെ പൗലോസ് ഭത്സിക്കുന്നുണ്ട്. അതുപോലെ ഭത്സിക്കണം.
പൗലോസ് ചെയ്തതുപോലെ ചെയ്യണം. 5-ാമത്തെ ചുവട്ടുപടി എക്സ്പെക്റ്റ്, പ്രതീക്ഷിക്കണം. ഈ 4 ചെയ്ത് കഴിഞ്ഞിട്ട് പ്രതീക്ഷിക്കണം. എന്തുവാ? എൻ്റെ അത്ഭുതം ഇന്ന് വരുന്നുണ്ടായിരിക്കാം. ഞാനൊരു സഹോദരൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ നല്ല മേഘം, വെളുത്ത മേഘം, ഒരു സൂര്യൻ ഉദിച്ചു വരുന്നു. എന്നിട്ട് അതിൻ്റെ താഴെ ഒരു കൊട്ടേഷൻ കൊടുക്കുക, മേ ബി ടുഡേ, കർത്താവിൻ്റെ വരവ് ചിലപ്പോൾ ഇന്നാകാം. അതുപോലെ നിങ്ങളുടെ അത്ഭുതം വരുന്നതും ചിലപ്പോൾ ഇന്നാകാം. അതിനൊരു പ്രതീക്ഷ വേണം. 5 അപ്പവും 2 മീനും കൊണ്ട് യേശു ക്രിസ്തു ഏകദേശം 30,000 പേരെ പോഷിപ്പിച്ചത്, ആഹാരം കൊടുത്ത് വയറ് നിറച്ചത് നമുക്കെല്ലാവർക്കും അറിയാം. ഒരു ചെറുക്കൻ്റെ ഉച്ചഭക്ഷണമാണ് 5 ചപ്പാത്തിയും 2 കൊച്ചുമീനും. മത്തായി 14:17 മുതൽ 19 വരെയാണ്. 30 പേരുടെ അടുക്കൽ ഇരിക്കാൻ പറഞ്ഞപ്പോൾ അവരെല്ലാവരും ഇരുന്നു. കാരണം അവർക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു, യേശു ഇത് ചെയ്യും. ശിഷ്യന്മാരെ അവരെ ഇരുത്തിയെങ്കിൽ 50-100 പേരെ വെച്ച് വരിയായിട്ട് ഇരുത്തിയിരിക്കുകയാണ്. ശിഷ്യന്മാർക്കും പ്രതീക്ഷയുണ്ടായിരുന്നു. ഞാനായിരുന്നെങ്കിൽ ചിലപ്പോൾ പറയായിരുന്നു, ഒന്ന് മൾട്ടിപ്ലൈ കണ്ടിട്ടാവട്ടെ, അവസാനം ലജ്ജിക്കാനിടയായി തീരരുതല്ലോ, ഇല്ലേ? ഒരു എക്സ്പെക്റ്റ് ആയിരുന്നു. നിങ്ങൾക്കും എനിക്കും നിനക്കും ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരിക്കട്ടെ. ശിഷ്യന്മാർ ഇരുത്തി അവർക്കുണ്ടായിരുന്നു. യോഹന്നാൻ 20:21 മറിയ കല്ലറയുടെ പുറത്ത് കരഞ്ഞുകൊണ്ടിരുന്നു. എന്താ കാര്യം? കരയുന്നതിനിടയിൽ അവൾ കല്ലറയിലേക്ക് കുനിഞ്ഞു നോക്കി. എന്താ കാര്യം? ഷീ വാസ് എക്സ്പെക്റ്റിംഗ്. അവൾക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. ഞാൻ ഇവിടുന്ന് പോത്തില്ല, എൻ്റെ കണ്ണുനീര് കാണുന്ന ഒരു കർത്താവ് കൊണ്ട്, എനിക്ക് അവനെ നല്ലപോലെ അറിയാം, അവൻ എന്നെ വഴിയിലിട്ടിട്ട് പോകത്തില്ല, അവൻ എന്നെ സഹായിക്കും. ഒരു പ്രതീക്ഷ. ആ പ്രതീക്ഷയോടുകൂടെ അവൾ അവിടെ നിന്നു. ശിഷ്യരൊക്കെ വീട്ടിൽ പോയി. 10-ാമത്തെ വാക്യം, ശിഷ്യന്മാർ വീട്ടിൽ പോയി. പത്രോസും യോഹന്നാനൊക്കെ വീട്ടിൽ പോയി. അവൾ പോയില്ല. ഞാൻ നിങ്ങളുടെയൊക്കെ പറയുന്നു, ബാക്കി എല്ലാവരും പ്രതീക്ഷ വിട്ടാലും നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കണം. ഞാൻ ഇത് കോഴിക്കോട്ട് നിന്ന് റെക്കോർഡ് ചെയ്യുകയാണ്, യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 28-ാം തീയതി ഞാൻ തിരുവല്ലയിൽ കോമ്പാടിയിലുള്ള മർത്തോമ ബിഷപ്പ് മെമ്മോറിയലിൻ്റെ അവിടെ കാണും രാവിലെ 10 മണിക്ക്. ആരെങ്കിലുമൊക്കെ വന്നാൽ നമുക്ക് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാം. കേരളത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. 2-ാം തീയതി, ഒക്ടോബർ 2-ാം തീയതി തിരുവനന്തപുരത്ത് സത്യം മെമ്മോറിയൽ ഹാളിൽ രാവിലെ 10 മണിക്കും വൈകിട്ട് 2 മണിക്കും ഞാൻ ഉണ്ടായിരിക്കും. അപ്പം ഞാൻ ഇന്ന് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ, കോഴിക്കോട് വന്നു കഴിഞ്ഞപ്പോൾ, ഇന്നലെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു സഭയിൽ പ്രസംഗിക്കുകയായിരുന്നു. ഞാൻ പ്രസംഗിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരാൾ എന്നെ സ്വീകരിക്കാൻ നിന്നു. അദ്ദേഹത്തിൻ്റെയൊക്കെ പറഞ്ഞു, എന്നെ ഓർമ്മയില്ലായിരിക്കാം, പണ്ട് ബേബി മെമ്മോറിയൽ അലക്സാണ്ടർ ഡോക്ടറുടെ വീട്ടിൻ്റെ മുറ്റത്ത് വലിയ കോമ്പൗണ്ടാണ്, അവിടെ പ്രസംഗിക്കാൻ വന്നപ്പോൾ എൻ്റെ മോനും വന്നിരുന്നു. അവൻ്റെ സ്കൂട്ടറിൻ്റെ ചാവി കളഞ്ഞുപോയി, താക്കോൽ കളഞ്ഞുപോയി. സ്കൂട്ടർ കൊണ്ട് നിർത്തി നോക്കിയപ്പോഴേ താക്കോലില്ല. സ്കൂട്ടർ അങ്ങ് ഇനി സ്റ്റാർട്ട് ചെയ്യണ താവണം. നോക്കാൻ നിർത്തിയൊന്നുമില്ല. കാരണം റോഡ് മുഴുവൻ പുതുതായിട്ട് പണിതുകൊണ്ടിരിക്കുകയാണ്. മണ്ണിങ്ങനെ കൂടിക്കിടക്കുക. എവിടെ പോയെന്ന് ആർക്കറിയാം? മണ്ണ് പുതുതായിട്ട്. ആ കൊച്ചൻ്റെയൊക്കെ ഞാൻ പറഞ്ഞു, മോനെ ഒരു കാര്യം ചെയ്യ്, എൻ്റെ കുറച്ച് വിശ്വാസം. ഞാൻ പറഞ്ഞു, മോൻ്റെ കാര്യം ചെയ്യ്, സ്കൂട്ടറിലൂടെ പാർക്ക് ചെയ്യും, നാളെ കമ്പനി ചെന്ന് പറഞ്ഞു വെച്ച് വേറൊരു താക്കോൽ വാങ്ങിച്ചുകൊണ്ടൊന്ന് തുറക്കുകയുള്ളൂ, മാർഗ്ഗം അല്ലാതെ മാർഗ്ഗമൊന്നുമില്ല. കാരണം ഈ ഏകദേശം 2-3 കിലോമീറ്റർ ദൂരത്തിനകത്തുള്ള ഈ പൊടിമണ്ണിനകത്ത്, ഇത്രയും കനത്തിനകത്ത് പുതുതായിട്ട് മണ്ണ് കൊണ്ടിട്ടിരിക്കുക, എവിടെ പോയി തപ്പാനാണ്? ആ കൊച്ചൻ പറഞ്ഞ്, എനിക്ക് വേറൊരു വിശ്വാസമുണ്ട്. ഒരു 14 വയസ്സുള്ള ചെറുപ്പക്കാരൻ, ഇപ്പോൾ ആൾ ദുബായിലാണ്. ആ ചെറുപ്പക്കാരൻ പറഞ്ഞ്, എനിക്ക് വേറൊരു വിശ്വാസമുണ്ട്, അങ്കിൾ എന്നെ വിശ്വാസം പഠിപ്പിച്ചു. ഒരു പാട്ട് പാടി, എൻ്റെ അത്ഭുതം വരുന്നുണ്ട് എന്നുകൊണ്ട് ഒരു പാട്ടും പാടിക്കൊണ്ട് അങ്ങോട്ട് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ നാട് വരുന്നു, എൻ്റെ അത്ഭുതം വന്നു കഴിഞ്ഞു, എൻ്റെ അത്ഭുതം വന്നു കഴിഞ്ഞു. ഇന്നലെ കൊച്ചൻ്റെ അപ്പൻ്റെയൊക്കെ പറഞ്ഞു, താക്കോൽ കിട്ടിയത് എൻ്റെ മോനായിരുന്നു. ഞാൻ നിങ്ങളുടെയൊക്കെ പറയുന്നു, നിങ്ങളുടെ അപ്പച്ചനില്ലാത്ത വിശ്വാസം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. നിങ്ങളുടെ പാസ്റ്റർക്ക് ഇല്ലാത്ത വിശ്വാസം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. എനിക്ക് പോലും ഇല്ലാത്ത വിശ്വാസം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. അവൾ കുനിഞ്ഞു നോക്കി അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. എൻ്റെ കണ്ണുനീർ കാണുന്ന ഒരു കർത്താവുണ്ട്, അവൻ എന്നെ സഹായിക്കും, അവൻ എൻ്റെ കണ്ണുനീർ തുടയ്ക്കും. അവൻ അവളെ നിരാശപ്പെടുത്തിയില്ല. പ്രതീക്ഷിച്ച് നിന്നവളുടെ കണ്ണുനീർ അവൻ തുടച്ചു. അവൻ പ്രത്യക്ഷപ്പെട്ടു. ഈ പറഞ്ഞ 5 തത്വങ്ങളും നിങ്ങൾ ചെയ്ത ശേഷം അത്ഭുതം ചെയ്ത മറ്റൊരാളിനെ കൂടെ ഞാൻ കാണുകയാണ്. ഈ 5 കാര്യങ്ങൾ ചെയ്ത ഒത്തിരി പേരെ എനിക്കറിയാം. അവരെല്ലാം ഒരു ഉദാഹരണം കൂടെ ഓർമ്മ വരുന്നു. ഞാൻ 1983 കുവൈറ്റിൽ പോയി. എൻ്റെ ആദ്യത്തെ ഗൾഫ് സന്ദർശനമാണ്. ഞാൻ അവിടെ ചെന്നു. പ്രസംഗിച്ച് കഴിഞ്ഞ് വെച്ച് ആദ്യമായിട്ട് എനിക്ക് പ്രാർത്ഥിക്കാനൊരു നടത്തിപ്പുണ്ടായി. കണ്ണാടി വെച്ചിട്ടുള്ളവർക്ക് പ്രാർത്ഥിക്കാൻ പോകണം. കണ്ണാടി വെച്ചിട്ടുള്ള ചെറുപ്പക്കാരൊക്കെ കണ്ണാടി എടുത്താട്ടെ.
ഒത്തിരി പേര് എഴുന്നേറ്റ് വന്നു, കണ്ണാടിയെടുത്തു. അവസാനത്തെ ദിവസം ഞാൻ സാക്ഷ്യം പറയാൻ അവസരം കൊടുത്തു. അന്ന് തന്നെ ഞാൻ സാക്ഷ്യം പറയിപ്പിക്കാറില്ല സാധാരണ. കാരണം അന്ന് ചിലപ്പോൾ ഒരു ഇളക്കപ്പെരുക്കത്തിനകത്തോ അല്ലെങ്കിൽ ഒരു ടെമ്പററി ആയിട്ടോ ഒക്കെ ഒരു ബെറ്റർ, കുറച്ചുകൂടെ നന്നായിരിക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവും. 2 ദിവസം കഴിയുമ്പോൾ ആരെങ്കിലും ചോദിക്കും, അന്നത്തെ ആ നടുവേദന അങ്ങ് പോയായിരുന്നു, പക്ഷേ അത് എപ്പോഴും ഉണ്ടെന്ന് പറയും. അതുകൊണ്ട് ഞാൻ ഏറ്റവും അവസാനത്തെ ദിവസം സാക്ഷ്യം പറയിച്ചു. പലരും വന്ന് സാക്ഷ്യം പറഞ്ഞ് എൻ്റെ കണ്ണാടി മാറി, എൻ്റെ കണ്ണാടി മാറി, എൻ്റെ കണ്ണാടി മാറി. ഒരു കുഞ്ഞുച്ചായൻ, കുണ്ട്ര കുഞ്ഞുച്ചായൻ, അദ്ദേഹം മുമ്പോട്ട് വന്നു വെച്ച് പറഞ്ഞു, പോക്കറ്റിൽ കണ്ണാടി ഇട്ടുണ്ടാ പറഞ്ഞു, PG വർഗീസ് ബ്രദർ പറഞ്ഞു ചെറുപ്പക്കാരെ എഴുതിക്കാൻ പറഞ്ഞു, കുഞ്ഞുങ്ങൾ, ചെറുപ്പക്കാർ, ബോയ്സ് ആൻഡ് ഗേൾസ്. ഞാൻ വിചാരിച്ചു ബോയ്സിൻ്റെ കണ്ണാടി മാറ്റാമെങ്കിൽ 60 വയസ്സുള്ള കുഞ്ഞുഞ്ഞിൻ്റെയും കണ്ണാടി മാറ്റും. എന്നിട്ട് പറഞ്ഞു, അന്ന് 4-5 ദിവസത്തിന് മുമ്പ് കണ്ണാടി എൻ്റെ പോക്കറ്റിൽ കയറിയതാ, പിന്നെ ഇതുവരെ ഇറങ്ങിയിട്ടില്ല. 60 വയസ്സുള്ള കുഞ്ഞുച്ചായൻ. 10 വർഷം കഴിഞ്ഞു. ഞാൻ കൊല്ലത്ത് അവിടെ മുസ്ലിങ്ങളുടെ ഫാത്തിമ കോളേജിനോട് ചേർന്നൊരു മുസ്ലിങ്ങളുടെ പള്ളിയുണ്ട്. അതിൻ്റെ ഗ്രൗണ്ടിൽ ഞാൻ മീറ്റിംഗ് നടത്തുകയാണ്. കുഞ്ഞുചാനും വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെയൊക്കെ വന്ന് കണ്ണാടി ഇല്ലാതെ വന്ന് അന്ന് വെച്ച് എൻ്റെയൊക്കെ പറഞ്ഞു, വർഗീശ്വരേ 10 വർഷത്തിന് മുമ്പ് എൻ്റെ കണ്ണാടി പോക്കറ്റിൽ കയറി, ഇപ്പോഴതില്ല. ഈ 70 വയസ്സായിട്ടും എനിക്ക് കണ്ണാടിയുടെ ആവശ്യമില്ല. ഞാനീ പറഞ്ഞതിൻ്റെ അർത്ഥം, നിങ്ങൾക്ക് വലിയൊരു പ്രതീക്ഷയുണ്ടായിരിക്കണം. ദൈവം എന്നെ സഹായിക്കും, എൻ്റെ വിവാഹം നടക്കും, എനിക്ക് കുഞ്ഞുങ്ങളുണ്ടാകും, എൻ്റെ സഭ വലുതാകും. ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചാൽ. ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ, അധികം പേരും ദൈവവേല ചെയ്യുന്നവരോ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവരോ ആണല്ലോ. ആത്മാക്കളെ നേടണമെന്നുള്ളത് വാസ്തവത്തിൽ ആരുടെ ഭാരമാണ്? നിങ്ങളുടെ ഭാരമാണോ? അതോ നിങ്ങളുടെ ഭാര്യയുടെ ഭാരമാണോ? അതോ നിങ്ങളുടെ അസിസ്റ്റൻറ്റ് പാസ്റ്ററുടെ ഭാരമാണോ? അതോ നിങ്ങളുടെ സൺഡേ സ്കൂൾ ടീച്ചറിൻ്റെ ഭാരമാണോ? ആരുടെ ഭാരമാണ്? ഞാൻ പറയാം, ദൈവത്തിൻ്റെ ഭാരമാണ്, യേശുവിൻ്റെ ഭാരമാണ്. ഭാരതത്തിന് വേണ്ടി ദേശം കൊടുത്ത, ജീവൻ കൊടുത്ത, ലോകത്തിന് വേണ്ടി, യോഹന്നാൻ 3:16, ലോകത്തിന് വേണ്ടി ജീവൻ കൊടുത്തവനായ യേശുവിൻ്റെ ഭാരമാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പ്രവർത്തിക്കാമെങ്കിൽ എൻ്റെ സ്വർഗസ്ഥനായ ദൈവം നിങ്ങളുടെ സഭയെ വലുതാക്കി തരും കേട്ടോ. ഞാൻ ഈ 5 കാര്യങ്ങൾ ചെയ്തപ്പോൾ അത്ഭുതം നേടിയെടുത്ത കുറേ പേരെ ഞാൻ കാണുന്നു. ഒരാളിനെ കൂടെ കാണുകയാണ്, ഒരാളിനെ കൂടെ. അത് നിങ്ങളാണ്. നിങ്ങളുടെ സഭയ്ക്ക് വളരുവാൻ കഴിയും, നിങ്ങളുടെ ബിസിനസ്സിന് വളരുവാൻ കഴിയും, നിങ്ങളുടെ പുരയിടം വലുതാകുവാൻ കഴിയും, നിങ്ങളുടെ വീട് വലുതാകേണ്ട ആവശ്യമുണ്ടെങ്കിൽ. ഒരു കാര്യം പറയട്ടെ, ആവശ്യത്തിനുള്ള വീടേ പണിയാവും. 2 പേർക്ക് താമസിക്കാനായിട്ട് 5 മുറി വളർത്തിട്ടിരിക്കുക. എന്നിട്ട് എന്തോ കൊടുക്കും? തുടയ്ക്കാൻ പോലും ആളില്ല. മേലോട്ട് ആരും കയറില്ല, അവിടെ പാമ്പ് കാണും കേട്ടോ, ആരും കയറുന്നില്ല. നിങ്ങൾക്ക് എന്തുമാത്രം ആവശ്യമുണ്ടോ, എത്രമാത്രം ചെറിയൊരു വീട് പണിയാമെന്ന് ആലോചിച്ചാൽ മതി. എത്രമാത്രം വലുതെന്നല്ല. നിങ്ങളിൽ എത്ര കോടീശ്വരന്മാരാണെങ്കിലും ശരി, ഞാൻ പറഞ്ഞുതരാം. ബാക്കി രൂപ ഉണ്ട്. വീടില്ലാത്ത ഒരാൾക്ക് പണിത് കൊടുത്താട്ടെ. ഇന്ന് ഞാൻ ഒരാൾക്ക് മെസ്സേജ് അയച്ചു, ഒരു വലിയ ദൈവദാസന് മെസ്സേജ് അയച്ചു. നമ്മളെല്ലാവരും വിചാരിക്കാമെങ്കിൽ, നമ്മൾ ക്രിസ്ത്യാനികളെല്ലാവരും വിചാരിക്കാമെങ്കിൽ, വീടില്ലാത്ത സകല ക്രിസ്ത്യാനികൾക്കും വീട് പണിത് കൊടുക്കാനൊക്കും. നമ്മൾ ക്രിസ്ത്യാനികൾ വിചാരിക്കാമെങ്കിൽ, വീടില്ലാത്തതായിട്ടുള്ള ക്രിസ്ത്യാനികൾക്കെല്ലാവർക്കും 5 സെൻറ്റ് 50 സെൻറ്റ് ഭൂമിയുള്ള ഒരാൾക്ക് 5 സെൻറ്റ് കൊടുക്കാനൊക്കത്തില്ലയോ? ഞാൻ ചോദിക്കുകയാണ്. ഞാൻ ഇന്ന് രാവിലെ വിചാരിച്ചു, എനിക്ക് കുറച്ച് ഭൂമി ഉണ്ടായിരുന്നെങ്കിൽ. കേരളത്തിലൊരു യാക്കോബായിലെ പട്ടക്കാരൻ, അദ്ദേഹത്തിന് 78-80 സെൻറ്റ് ഭൂമി ഉണ്ടായിരുന്നു. അദ്ദേഹം അത് മുഴുവൻ 5 സെൻറ്റ് വെച്ച് വിതരണം ചെയ്തും വെച്ച് അദ്ദേഹം സഹോദരിയുടെ വീട്ടിലോട്ട് മാറി. അച്ഛനെ പറ്റി ആർക്കെങ്കിലും വിവരം അറിയാമെങ്കിൽ അച്ഛൻ്റെ നമ്പർ എനിക്ക് തരാമോ? എനിക്ക് അച്ഛൻ്റെ കാല് കഴുകിയാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ ചോദിക്കുകയാണ്, എനിക്കും നിങ്ങൾക്കും 50 സെൻറ്റ് ഭൂമി ഉണ്ടെങ്കിൽ, ഞാനിന്ന് രാവിലെ ഇരുന്ന് ആലോചിച്ചു, എൻ്റെ കയ്യിൽ കുറച്ച് ഭൂമി ഉണ്ടെങ്കിൽ 5 സെൻറ്റ് 10 സെൻറ്റ് ഉണ്ടായിരുന്നെങ്കിൽ 5 സെൻറ്റ് ആർക്കും കൊടുക്കുമായിരുന്നു. പോട്ടെ, അത് വേണ്ട. നിങ്ങൾ 50 സെൻറ്റ് ഉണ്ടെങ്കിൽ 5 സെൻറ്റ് കൊടുക്കാനൊക്കത്തില്ലയോ? ഞാൻ ചോദിക്കുകയാണ്, ദൈവം എൻ്റെ ഒരു സ്ലോഗനാണ്, ദൈവം നിങ്ങൾക്കൊരു വീട് പണിത് തന്നു കഴിഞ്ഞാൽ, വീടില്ലാത്ത ഒരാൾക്കൊരു വീട് പണിത് കൊടുക്കുക. മുഴുവൻ വീട് പണിത് കൊടുക്കാനൊക്കത്തില്ല. കൊടുത്തിട്ടുള്ളവരെ എനിക്കറിയാം, പണക്കാരല്ല അവർ, പണക്കാരല്ല. ഒരു മുറി പണിത് കൊടുത്താട്ടെ, ഒരു കതക് വാങ്ങിച്ചു കൊടുത്താട്ടെ, ഒരു ചാക്ക് സിമെൻറ്റ് വാങ്ങിച്ചു കൊടുത്താട്ടെ, 100 ഇഷ്ടിക വാങ്ങിച്ചു കൊടുത്താൽ എന്തെങ്കിലും ചെയ്താട്ടെ. ദൈവം നിങ്ങളുടെ മക്കളെല്ലാം പഠിപ്പിച്ച് കഴിയുമ്പോൾ, പഠിക്കാൻ നിവൃത്തിയില്ലാത്ത ഒരു കുഞ്ഞിനെ BSc നഴ്സിങ്ങിന് വിട്ടാട്ടെ, എൻജിനീയറിങ്ങിന് വിട്ടാട്ടെ, MB 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലും ഹൈസ്കൂളിലും വിടുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞേ. ഉയർന്ന പഠിത്തത്തിന് വേണ്ടി നിങ്ങൾക്കൊരു കുടുംബത്തെ രക്ഷിക്കുവാൻ കഴിയും ഒരാളിനെ പഠിപ്പിക്കാമെങ്കിൽ.
എന്നിട്ട് ഞാൻ പറയും, നിങ്ങളുടെ മക്കളുടെ എല്ലാവരുടെയും വിവാഹം കഴിഞ്ഞ് ഇന്നത്തെ കാലത്ത് 2 മക്കളേ ഉള്ളൂ. വേദപുസ്തകത്തിൽ എവിടെ എഴുതിയിരിക്കുന്നത് എനിക്കറിയാൻ വയ്യ. 2 മക്കളേ ഉള്ളൂ. അതുകൊണ്ടാണ് ദൈവവേലയ്ക്ക് ആളില്ലാത്തത്. TPM-ൽ പോലും ദൈവവേലയ്ക്ക് ആളില്ല. പട്ടക്കാരുടെ സഭകളിൽ ദൈവവേലയ്ക്ക് ആളില്ല. എന്താ കാര്യം? 2 മക്കൾ. ഞാൻ നിങ്ങളുടെയൊക്കെ പറയട്ടെ, നിങ്ങൾ കുറഞ്ഞത് 3 മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എങ്കിലേ ഒരു കുഞ്ഞിനെ ദൈവവേലയ്ക്ക് കൊടുക്കാനൊക്കത്തുള്ളൂ. ഏറ്റവും നല്ല കുഞ്ഞിനെ ദൈവവേലയ്ക്ക് കൊടുക്കുക. ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങളുടെ ഒരു മക്കളുടെ വിവാഹമെല്ലാം നടന്നു കഴിയുമ്പോൾ ഒരു കുഞ്ഞിൻ്റെ വിവാഹം നടത്തി കൊടുക്കുക. എൻ്റെ മൂത്ത മോടെ വിവാഹമാണ് ആദ്യം നടന്നത് ഗുജറാത്തിൽ. ഞാൻ അന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്ക് ആവശ്യമുള്ള പണമെല്ലാം തരണം. ഞാൻ വളരെ കുറച്ച് ചിലവിൽ 100 പേരിൽ കുറച്ച് ആളുകളെ മാത്രം വിളിച്ച് വിവാഹം നടത്തുന്ന മനുഷ്യനാണ്. 100 പേരെ വിളിച്ചിട്ട് നടത്തിയാലും 5000 പേരെ വിളിച്ച് എത്തിയാലും 5000 പേരെ വിളിച്ചവരുടെ കല്യാണം കൂടുതൽ ഉറക്കത്തൊന്നുമില്ല. അപ്പോൾ കഴിയുന്നത്ര കുറച്ച് കൊടുത്തും വെച്ച്, ഞാൻ പറഞ്ഞില്ലയോ, നമ്മുടെ ക്രിസ്ത്യാനികൾ വിചാരിക്കാമെങ്കിൽ പാവപ്പെട്ടവരെ മുഴുവൻ സഹായിക്കാൻ നമുക്ക് കഴിയും. കള്ളു കുടിക്കുന്നതിനെ സഹായിക്കണം എന്നല്ല ഞാൻ പറഞ്ഞ്, പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ, വീടില്ലാത്ത ഒരാളിനെ, ഒരു വിശ്വാസിയെ സഹായിക്കാൻ നമുക്ക് കഴിയും. അതുകൊണ്ട് ഞാൻ നിങ്ങളെ കാണുകയാണ്, നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കണം. നിങ്ങൾ ഈ 5 തത്വവും ചെയ്തിട്ട് ദൈവത്തിൻ്റെയൊക്കെ പറയണം, കർത്താവേ നീ എന്നെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. നിങ്ങളുടെ ഇനി പറയുന്നത് കേട്ടാട്ടെ, ഇന്നുള്ള നിങ്ങളുടെ വിശ്വാസം വളർത്തിയെടുക്കാം. എങ്ങനെ? വേദപുസ്തകം പറയുന്നു, വിശ്വാസം കേൾവിയാൽ വരുന്നു. ഞാൻ ദിവസവും 3 സന്ദേശം കേൾക്കും. ഇതുപോലെ ഇയർഫോൺ വെച്ചോണ്ട് എൻ്റെ ഫോണിനകത്തുനിന്ന് കേൾക്കും. ആദ്യം ഞാൻ നടക്കാൻ പോകുമ്പോൾ ഏകദേശം 45 മിനിറ്റിൻ്റെ ഒരു മെസ്സേജ് കേൾക്കും. പിന്നെ 10 മിനിറ്റിൻ്റെ ഒരു മെസ്സേജ് കേൾക്കും. പിന്നെ ഞാൻ ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 3 മിനിറ്റ്. വളരെ ഈസി ആയിട്ട് കേൾക്കാവുന്ന നിങ്ങളും ഒരു സന്ദേശം കേൾക്കണം കേട്ടോ. വിശ്വാസം കേൾവിയാൽ വരുന്നു. വേദപുസ്തകം കേൾവിയാൽ വരുന്നു. വേദപുസ്തകത്തിൻ്റെ പ്രസംഗത്തിൻ്റെ കേൾവിയാൽ വരുന്നു. കേൾക്കണം. എന്തൊക്കെയാണ് നമ്മൾ കേട്ട തത്വങ്ങളൊന്നുകൂടെ നോക്കാം. ഫൈൻഡ് ദ പ്ലേസ് വേർ ഇറ്റ് ഈസ് റിട്ടൺ അബൌട്ട് യു ഇൻ ദ ബൈബിൾ. വേദപുസ്തകത്തിനകത്ത് നിങ്ങളെപ്പറ്റി എഴുതിയിരിക്കുന്ന ഭാഗം കണ്ടുപിടിക്കണം. 2, നിങ്ങൾ വിശ്വസിക്കണം. ദൈവം വാക്ക് പറഞ്ഞു, ദൈവം മാറത്തില്ല. പറഞ്ഞവൻ ദൈവമാണ്, വാക്ക് മാറാത്തവനായ ദൈവം, ഭോഷ്ക് പറയാത്തവനായ ദൈവം. 3, ദൈവത്തിൽ നിന്ന് കിട്ടിയ ഭാഗമായിരിക്കണം. ചുമ്മാ അടിവിട്ട് വെച്ച് പറഞ്ഞാലൊക്കത്തില്ല കേട്ടോ. 3, ഹൃദയം പരിശോധിച്ച് തടസ്സങ്ങളുണ്ടെങ്കിൽ മാറ്റണം. ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടെങ്കിൽ, കൊടുക്കാനുണ്ടെങ്കിൽ, ഏതെങ്കിലും പാപമുണ്ടെങ്കിൽ, വീട്ടിനകത്ത് ബിംബങ്ങളുണ്ടെങ്കിൽ, ഏതെങ്കിലുമൊക്കെ വൃത്തികേട് ചെയ്തവരോട് ക്ഷമ ചോദിച്ചിട്ടില്ലെങ്കിൽ അതൊക്കെ ക്ഷമ ചോദിക്കണം. സകല തടസ്സങ്ങളും മാറ്റുക. 4, പ്രാർത്ഥിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കണം? ഞാൻ പറഞ്ഞു. 5, പ്രതീക്ഷിക്കുക. എൻ്റെ അത്ഭുതം വരുന്നുണ്ട്, അത് ഇന്നാണ്. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ കിട്ടുന്നതിന് മുമ്പ് കൂട്ടി ദൈവത്തെ സ്തുതിക്കണം. കിട്ടുന്നതിന് മുമ്പ്. എന്നിട്ട് പ്രാപിച്ചെടുക്കണം. എൻ്റെ അത്ഭുതം വരുന്നുണ്ട്, എൻ്റെ ആരോഗ്യം വരുന്നുണ്ട്, എനിക്ക് ബലം വരുന്നുണ്ട്, എനിക്ക് ബുദ്ധി വരുന്നുണ്ട്, എനിക്ക് കഴിവ് വരുന്നുണ്ട്, എനിക്ക് കൃപ വരുന്നുണ്ട്, എൻ്റെ സഭ വലുതാവുന്നുണ്ട്. വലിയൊരു ഭാവനയോടുകൂടെ ദൈവത്തിൽ നിന്ന് പിടിച്ചെടുക്കണം. ദൈവമേ നീ വാക്ക് പറഞ്ഞു, ഡു ഇറ്റ്, യു സെഡ് ഇറ്റ്. ഇവിടെ പറഞ്ഞിരിക്കുന്നു. വേദപുസ്തകത്തിൻ്റെ അടിവരയിട്ട് വെച്ച് നിങ്ങൾക്കുള്ള പ്രോമിസ് എഴുതി വെച്ചിട്ട് ദൈവത്തിൽ പിടിച്ചു പ്രാപിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്വർഗസ്ഥനായ ദൈവം നിങ്ങൾക്ക് കൃപ തരട്ടെ. ഫെയ്ത്ത് ടുഡേ. നാളെയല്ല, ഇന്ന്. നാളത്തേക്ക് കിട്ടും, മറ്റന്നാളേക്ക് കിട്ടും. പക്ഷേ ഇന്ന് നിങ്ങൾ ഈ വിശ്വാസത്തോടെ മുമ്പോട്ട് പോവുക. കർത്താവ് നിങ്ങളെ ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കട്ടെ. അടുത്ത തിങ്കളാഴ്ച വീണ്ടും കാണാം.